അപ്പം നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന പാൻ ഇന്ത്യൻ സിനിമ ഡിസംബർ 25-ന് റിലീസ് ചെയ്തു. ഈ സിനിമയെക്കുറിച്ച് റിലീസ് ചെയ്തത് മുതൽ അതിനു മുമ്പ് തന്നെ ചിത്രീകരണം തുടങ്ങുന്നത് മുമ്പ് ആ സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നണി പ്രവർത്തനങ്ങൾ നടക്കുന്നത് മുതൽ തന്നെ ബറോസ് ചർച്ചയിലുണ്ട്, നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും. എന്തായാലും വാലിബന് പറ്റിയിട്ടുള്ള ഒരു ചെറിയ പിഴവ് ഇവിടെ അവർ നികത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതായത് വാലിബന് പറ്റിയത് ഹൈ വോൾട്ടേജ് കൊടുത്തിട്ടാണ് ഈ സിനിമ ഇറക്കിയത്. ആ സമയത്ത് ചെറിയൊരു നിരാശ വന്നാൽ പോലും അത് കൊടുങ്കാറ്റ് പോലെ തിയേറ്ററുകളെ പിടിച്ചു കുലുക്കി എന്നുള്ളത് തന്നെ നെഗറ്റീവിൻ്റെ ഒരു പിടിച്ചു കുലുക്കലുണ്ടായി. ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല. ആദ്യം തന്നെ പറഞ്ഞു ഇത് ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സിനിമയായിരിക്കും, അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഈ സിനിമ പിടിക്കുമെന്ന രീതിയിൽ പറഞ്ഞിരുന്നു. വലിയ അവകാശവാദങ്ങളൊന്നുമില്ല എന്ന രീതിയിലും ഇതിൻ്റെ അണിയറ പ്രവർത്തകർ, പ്രത്യേകിച്ചും ആശീർവാദ് സിനിമാസൊക്കെ പ്രത്യേകമായി നോട്ട് ചെയ്തിരുന്നു. ഒരു കാര്യവും ഹൈപ്പായിട്ട് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവർ ശ്രദ്ധിച്ചിരുന്നു. ഈ സിനിമയിലെ കുറേ പോസിറ്റീവ് വശങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. പോസിറ്റീവായ കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും കൂടുതൽ നെഗറ്റീവാണല്ലോ പെട്ടെന്ന് സ്പ്രെഡ് ആവുക. അതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഹൈഡ് ചെയ്യപ്പെട്ടുള്ള കുറേ നല്ല പോസിറ്റീവ് വശങ്ങളുണ്ട്. ഒന്ന്, ലാലേട്ടൻ സംവിധാനം ചെയ്യുന്നു. ഒരുപാട് 10-40 വർഷത്തെ സിനിമാ ഫീൽഡിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു. അപ്പോൾ ഒരു സിനിമ അദ്ദേഹം സംവിധാനം ചെയ്യുമ്പോൾ അത് സാധാരണ ഒരു മലയാള കരയിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് സിനിമ ആയാൽ പോരാ. കാരണം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അത്രത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യത്യസ്തത ഇപ്പം നമുക്കൊക്കെ പറയാം. ഇപ്പം സിനിമ കണ്ടവരും പറയുന്നുണ്ട്, എന്തിനാണ് ലാലേട്ടൻ ഇത്തരത്തിലുള്ള സിനിമ ചെയ്തതെന്ന്. എന്തിനാണ് ഇത്തരത്തിലൊരു സിനിമ ചെയ്തിട്ടുള്ളത്? ഇത് തന്നെയല്ലേ വെറൈറ്റി ഉള്ളത്. അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഇതുവരെ കണ്ടു മറന്നിട്ടുള്ള മാസ് ഡയലോഗുള്ള ലാലേട്ടനുള്ള ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ടുള്ള ഒരു വർക്ക്. അല്ലെങ്കിൽ ഒരു കുടുംബ പ്രേക്ഷകരെ പിടിച്ചിരുന്ന ഒരു ഫാമിലി നല്ലൊരു കുടുംബ ചിത്രം ചെയ്യാം. അതിനപ്പുറത്തേക്ക് ലാലേട്ടന് സിനിമ ചെയ്യുമ്പോൾ അതൊരു ഹോളിവുഡ് സ്റ്റൈലിൽ എങ്ങനെയൊക്കെ വ്യത്യസ്തമായ സിനിമ ചെയ്യാം, അതിൻ്റെ ഒരു ടെക്നിക്കൽ വശങ്ങൾ എത്രമാത്രം നന്നാക്കി എടുക്കാം എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം കൈവെക്കുന്ന അല്ലെങ്കിൽ കൈവച്ചിട്ടുള്ള ഈ സിനിമ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജേണറാണ്, അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആണ് പിടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ 3D ആണ്. 40 വർഷത്തിന് ശേഷമാണ് മലയാളത്തിൽ ഇത്രയും ഫുൾ ലെങ്ത് ഉള്ള ഒരു 3D അല്ലെങ്കിൽ മുഴുവൻ 3Dയിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമ വരുന്നത്. അത് മലയാളത്തിന് ഒരു സ്വന്തമാണ്. ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ വേറിട്ട പരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു സിനിമ ഫീൽഡ് കൂടിയാണ് മോളിവുഡ്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഇത്തരത്തിലുള്ള നല്ല പരീക്ഷണങ്ങൾ, ചിത്രങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ 3Dയും മൈ ഡിയർ കുട്ടിച്ചാത്തിന് ശേഷമാണ് ഇത്തരം മനോഹരമായ 3Dയിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ വരുന്നത്. അതും ഗംഭീരമായ 3D ആണ്. 3D അനുഭവമാണ് നമുക്ക് നൽകുന്നത് ബറോസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. മാത്രമല്ല ഇത്തരത്തിലൊരു ഫെയറി ടെയിലൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ആ പ്രോപ്പർട്ടീസ് എല്ലാം ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ കഥയ്ക്ക് പറ്റുന്ന പ്രോപ്പർട്ടീസ് വെക്കണമല്ലോ. ഈ പ്രോപ്പർട്ടീസ് ഉണ്ടാക്കിയിട്ടുള്ള ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അതിഗംഭീരമായ അവരുടെ വർക്ക് ഈ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ നല്ലൊരു ഡെഡിക്കേഷനോട് കൂടി കൊടുത്തിട്ടുണ്ട്. അതും ഗംഭീരമാണ്. പിന്നെ പിക്ചറൈസേഷൻ എടുത്തു പറയേണ്ട മേഖലയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സന്തോഷ് ശിവനാണ് ഇതിൻ്റെ ക്യാമറ ഭാഗം മുഴുവൻ, ആ യൂണിറ്റ് മൊത്തം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അറിയാവുന്നതാണ്, ഗംഭീരമായി ഇന്ത്യ ഒട്ടുക്കറിയപ്പെടുന്ന ഏറ്റവും മികച്ച ഛായാഗ്രാഹകരിൽ ഒരാളാണ് സന്തോഷ് ശിവൻ. അദ്ദേഹത്തിനെ തന്നെയാണ് ഈ ഭാഗം ഏൽപ്പിച്ചത്. അതുപോലെ തന്നെ ബറോസ് നൽകുന്ന ഒരു വിഷ്വൽ ബ്യൂട്ടി ഉണ്ട്. അതിലും ഒട്ടും കോംപ്രമൈസ് ഇല്ലാതെ തന്നെ അദ്ദേഹം ലാലേട്ടൻ അത് മേക്ക് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ സംവിധാനം എന്ന് പറയുന്നത് നമുക്ക് ആദ്യ സംവിധാന സംരംഭം കൂടിയാണ്. എന്നാൽ പോലും ഒരു കൈയടക്കത്തോടു കൂടി അദ്ദേഹത്തിന് കിട്ടിയ സ്ക്രിപ്റ്റിനെ മേക്ക് ചെയ്യാൻ, ഒരു സംവിധായകൻ എന്ന രീതിയിൽ മേക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് തന്നെ പറയണം. ഇപ്പോൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വിചാരിക്കും ബറോസിൻ്റെ പോസിറ്റീവുകൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സിനിമ കണ്ടതെന്ന് തോന്നും. ബറോസിൻ്റെ പോസിറ്റീവ് അല്ല, ബറോസിന് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്.
എന്തായാലും ബറോസിന്റെ പോസിറ്റീവ് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എടുത്തു പറയാൻ. എനിക്ക് സത്യത്തിൽ ബറോസ് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് പിന്നെ ഉറക്ക ഗുളികയെന്നോ അല്ലെങ്കിൽ അത്രയും മോശം പടം എന്നൊന്നും പറയാനില്ല. കാരണം ഒരു കുട്ടികളെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ഫെയറി ടെയിൽ പറയുമ്പോൾ ആ ഫെയറി ടെയിൽ പറയുന്നതിൻ്റെ ഒരു ശൈലിയൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട്. ആ ഒരു സ്പീഡ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ലാഗ് അടിക്കുന്നു എന്നാണ് ഒരു പരാതി. തീർച്ചയായിട്ടും ആ പരാതിയിൽ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് ഉണ്ട്. അതൊരു ചെറിയ നെഗറ്റീവ് തന്നെയാണ്. കാരണം കഥ ഒന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെറുക്കി വെക്കണമല്ലോ കഥയുടെ ഓരോ ഇതളുകൾ. അങ്ങനെ പെറുക്കി വെക്കാൻ അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു സമയം എടുത്തു. കുറച്ചുകൂടി സ്പീഡായിരുന്നെങ്കിൽ സിനിമ എല്ലാത്തരം പ്രേക്ഷകനെയും തൃപ്തിപ്പെടുത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് സിനിമ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വേഗം ഇങ്ങനെ ഓരോ സീൻ കഴിഞ്ഞ് സീൻ ഇങ്ങനെ ടക്കേന്ന് പോകണം. ഷോർട്ട് വീഡിയോ ഒക്കെ ഉള്ള കാലഘട്ടമാണല്ലോ. 2020 ഒക്കെ ആസ്വദിക്കുന്ന കാലഘട്ടമല്ലേ. അപ്പോൾ അത്ര സ്പീഡായിട്ടുള്ള കാര്യങ്ങൾ തീരണമെന്ന് ആസ്വദിക്കുമ്പോൾ ചിലപ്പോൾ അത്തരം പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയുടെ ഒരു സ്ലോ പേസ് കുറച്ച് പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ അവരിങ്ങനെ ലാഗ് അടിച്ചിരിക്കുന്നു എന്ന് തോന്നാം. അതാണ് ഈ സിനിമയ്ക്കുണ്ടായിട്ടുള്ള മറ്റൊരു വലിയ കുഴപ്പമായിട്ട് തോന്നുന്നത്. അത് പക്ഷെ ഇത്തരത്തിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ഇത്തരം ജോണറുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നോ പ്രോബ്ലം. അവർ വളരെ ഗംഭീരമായി ഫാമിലിയൊക്കെ അത്യാവശ്യം നല്ലോണം ആസ്വദിക്കുന്നുണ്ട് ഈ സിനിമ എന്നുള്ളതാണ്. ഈ യൂത്ത് ആയിട്ടുള്ള ആളുകളും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം സ്ക്രിപ്റ്റിലും കഥയിലും ഒക്കെ കുറച്ചുകൂടി നന്നാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് മറ്റൊരു ലെവലിലേക്ക് പോയേനെ. എന്തായാലും 3Dയും ടെക്നിക്കൽ സൈഡും ഒക്കെ അത്യാവശ്യം നല്ല നിലവാരത്തിലുള്ള ഒരു മലയാള സിനിമ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ബറോസ് എന്തായാലും കുട്ടികൾക്കും ഫാമിലിക്കും വയലൻസിൻ്റെ അതിപ്രസരമുള്ള സിനിമകളൊക്കെ അരങ്ങ് വാഴുന്ന ഈ കാലഘട്ടത്തിൽ ഫാമിലി ഓഡിയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് കുട്ടികൾക്കൊക്കെ ആസ്വദിച്ച് കണ്ടിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും തർക്കങ്ങളൊന്നും അധികമില്ലാത്ത ഒരു ചെറിയ ഒരു കഥ, ഒരു മുത്തശ്ശി കഥ പോലെ കണ്ട് ആസ്വദിക്കാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഈ ക്രിസ്മസ് കാലത്ത് ബറോസ്. എന്തായാലും മോഹൻലാൽ എന്ന അതുല്യ നടൻ ആദ്യ സംവിധാന രംഗത്തേക്ക് വരുമ്പോൾ അതും മോശമല്ല എങ്കിൽ പോലും കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ സിനിമ വേറെ ഒരു ലെവലിലേക്ക് എത്തിക്കാമായിരുന്നു. തിരക്കഥയിലും കഥയിലും വലിയ രീതിയിലുള്ള എന്താ പറയുക ഹൈപ്പുകൾ അല്ലെങ്കിൽ ഗംഭീരമായ കുറേ ഈ കഥ പറയുമ്പോൾ ഉണ്ടല്ലോ ഒരു സ്റ്റാർട്ടിങ് കഴിഞ്ഞ് ഒരു മിഡിലെത്തുമ്പോൾ ഒരു പടം കഥയിലും തിരക്കഥയിലും ഒരു കയറ്റം ഉണ്ടാവും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കുറച്ചൊന്നിങ്ങനെ ഇറങ്ങി പിന്നെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ അതിൻ്റെ പീക്കിലേക്ക് നമ്മളെ ഇങ്ങനെ കഥാപാത്രങ്ങളിലൂടെ നമ്മളിങ്ങനെ വലിച്ചിങ്ങനെ നമ്മളിങ്ങനെ ഈ പിരിമുറുക്കമുണ്ടാക്കി പോകുന്ന ചില സിനിമകളുണ്ട്. ഇത് അത്തരത്തിലുള്ള സിനിമയേ അല്ല. അതുകൊണ്ട് തന്നെ ഒരു കയറ്റിറക്കങ്ങൾ ഈ തിരക്കഥയിലോ കഥയിലോ ഇല്ല. അവസാന ക്ലൈമാക്സിൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ പ്രതിനായക സ്ഥാനത്ത് നിൽക്കുന്നവരുമായിട്ടുള്ള ബറോസിൻ്റെ ഫൈറ്റ് സീനുകളും മറ്റും അല്ലെങ്കിൽ ആ ക്ലൈമാക്സിലേക്ക് അടുക്കുന്ന സമയത്ത് കുറച്ച് ഭംഗിയുള്ള കുറേ ഭാഗങ്ങളിലേക്ക് നമ്മൾ മുഹൂർത്തങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് മാത്രമാണ് ഉള്ളത്. അതിൻ്റെ മുമ്പുള്ളത് കഥയിലും തിരക്കഥയിലും ഒരു വിശ്വാസ്യതക്കുറവ് അല്ലെങ്കിൽ അത്രയും നമ്മളെങ്ങനെ പിടിച്ചിരുന്ന അതിന് ഏറ്റവും പറ്റിയ വാക്കെന്ന് പറഞ്ഞാൽ ഇമോഷണലി ആ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അതിൽ പറയുന്ന കഥാപാത്രങ്ങൾ നമുക്ക് കണക്ട് ചെയ്യണമല്ലോ. പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് കണക്ട് ചെയ്യുന്നതിൽ എവിടേക്കോ ചെറിയ. എന്നാൽ ഞാൻ കണ്ട തിയേറ്ററിൽ ആളുകളൊന്നും ശബ്ദിക്കാതെ നിശബ്ദമായിരുന്ന് സിനിമ കാണുന്നതായിരുന്നു. അവസാനത്തിൽ ഡയറക്ഷൻ മോഹൻലാൽ എന്ന് എഴുതി കാണിച്ചപ്പോൾ ഒരു ക്ലാപ്പും കൊടുത്തിട്ട് തന്നെയാണ് പിരിഞ്ഞിട്ടുള്ളത്.